ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേര് നമ്മളോട് മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണെന്ന് നമ്മൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മൾ നാവിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നാവി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്റ്റാർ ഹെൽത്താണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലെയിംമെൻറ്റ് സെറ്റിൽമെൻറ്റ് റേഷ്യോ, കുഴപ്പമില്ലാത്തല്ല 99% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉണ്ട് നമ്മുടെ സ്റ്റാർ ഹെൽത്തിന്. അപ്പോൾ ഞാൻ ചുമ്മാ പ്രൊമോഷനായിട്ട് പറയാമെല്ലാം വിചാരിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കാർഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പോത്തട്ടെ. ഇതാണ് നമ്മുടെ സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡ് ഇട്ടുണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തേക്കുന്ന ഒരാളാണ്. ഞാൻ എടുത്തേക്കുന്നത് കോംപ്രിഹെൻസീവ് പാക്കേജാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടംപോലെ പാക്കേജുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മുടെ മിക്ക എല്ലാ ഹോസ്പിറ്റൽസിലും ഇവർക്ക് നമ്മുടെ എന്താ പറയുക ക്യാഷ്ലെസ് സെറ്റിൽമെൻറ്റ് ഉണ്ട് കേട്ടോ. അതായത് ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കൊടുക്കണ്ട, ഡയറക്റ്റ് മറ്റേ നോർമൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സെറ്റിൽ ചെയ്യണം, പിന്നെ നമ്മൾ റീഎംബേഴ്സ്മെൻറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ ബില്ലും സംഭവങ്ങളൊക്കെ ഇൻഷുറൻസ് അയച്ചു കൊടുക്കണം. ക്യാഷ്ലെസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് നമ്മുടെ ഈ കാർഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനി ഡയറക്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിന് പേ ചെയ്തോളൂ. നമ്മുടെ കയ്യിൽ നിന്ന് ഇനീഷ്യലി കാശൊന്നും പോവില്ല കേട്ടോ. അതാണ് ഈ ക്യാഷ്ലെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് സെറ്റിൽമെൻ്റ് ഉള്ള ഇൻഷുറൻസ് ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കേണ്ട വേറൊരു കാര്യമാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം IRDAയുടെ ഇതനുസരിച്ച് ഡീറ്റെയിൽ അനുസരിച്ച് ഇതനുസരിച്ച് നമ്മുടെ സ്റ്റാർ ഹെൽത്തിന് വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 99% ആണ്. കണ്ടോ, ക്ലിയർ ആവ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 14,000 പ്ലസ് ഇവരുടെ എന്താ പറയുക ഹോസ്പിറ്റൽസ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ക്യാഷ്ലെസ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 16.9 crores ലീവ്സ് ഓൾറെഡി ഇവർ കവർ ചെയ്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 850+ ബ്രാഞ്ചസ് ഉണ്ട് ഇവർക്ക്. സ്റ്റാർ ഹെൽത്തിന് ഓഫീസും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 60 lakh+ ക്ലെയിംസ് ഓൾറെഡി സെറ്റിൽ ചെയ്തെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പ്ലാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി പ്ലാൻസ് ഉണ്ട്, സീനിയർ സിറ്റിസൺ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കും നമുക്ക് ഓൾറെഡി കമ്പനി ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ടോ ചോദിക്കും. ആവശ്യമുണ്ട്, എനിക്കുണ്ട് ആക്ച്വലി കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ അത് പോരാണ്ടാണ് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു കമ്പനി ഇൻഷുറൻസ് നമുക്ക് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിന് റിട്ടയറും സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനി ഇൻഷുറൻസ് പോയി. പ്രത്യേകിച്ച് നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ഇൻഷുറൻസ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കിട്ടിയത് തന്നെ ഭയങ്കര എന്താ പറയുക പ്രീമിയം ആയിരിക്കും, ഭയങ്കര ഹൈ പ്രീമിയം ആയിരിക്കും. നോർമലി കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ 4-5 മടങ്ങൊക്കെ ആയിരിക്കും നമുക്ക് പ്രീമിയം വരിക. അപ്പോൾ ഭയങ്കര നഷ്ടമാണ്, പിന്നെ ഭയങ്കര കാശും വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലംസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സെപ്പറേറ്റ് ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഒരു സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് എന്തുകൊണ്ടും നല്ലതാണ്, റെക്കമെൻഡും ആണ്, എല്ലാവരും റെക്കമെൻഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു 1 year ആയിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം നാവി ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള അപ്ലൈ ചെയ്യണം. ഞാൻ ഓൺലൈൻ എടുത്ത് ആപ്പ് ത്രൂ തന്നെ എടുത്ത് നമുക്ക് പ്രീമിയം വന്നേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. എനിക്ക് പ്രീമിയം വന്നേക്കുന്നത് ഒരു കൊല്ലത്തേക്ക് 8,000 rupees പ്രീമിയം വന്നേക്കുന്നത്. ഇത് കാണിച്ചു തരാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഫുൾ പോളിസി നമ്പേഴ്സും അങ്ങനത്തെ കുറേ ഹെൽത്ത് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് കുഴപ്പം. നമുക്ക് ഒരു സ്റ്റാർ ഹെൽത്തിന് എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ EMI-ലും വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 month EMI എടുക്കാം, അല്ലെങ്കിൽ 6 month EMI എടുക്കാം. സുഖമായിട്ട് തന്നെ അവരെ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ആക്ച്വലി സ്റ്റാർ ഹെൽത്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 5 lakh ഇൻഷുറൻസ് ക്ലെയിമാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ഓൾറെഡി കമ്പനി ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് പാക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് എൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിൽ നമുക്കിപ്പോൾ ഒരു കമ്പനി ഇൻഷുറൻസ് നമ്മളിപ്പോൾ കമ്പനി നിർത്തി അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ പണി കിട്ടരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഒരു സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇത് കാണിക്കാൻ പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആപ്പ് ഞാൻ കാണിച്ചത്. ഇതാണ് അവരുടെ ആപ്പ്. ഇതുണ്ടോ, നമുക്കിതിൽ ഡോക്ടർ കൺസൾട്ടേഷനും ബയോമെഡിസിനും എല്ലാ സംഭവം ഒരു ആപ്പിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഇപ്പോൾ ആപ്പിൾ വാച്ച്, അപ്പോൾ അങ്ങനത്തെ നമുക്കിപ്പോൾ മിക്ക എല്ലാ വാച്ചും Amazfitന്റെ വാച്ച് ആയിക്കോട്ടെ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്കിതിൽ പോയിന്റ്സ് ആയിട്ട് കയറും. അങ്ങനെ ഒരു ഗുണം നമുക്ക് വരുന്നുണ്ട് ഇതിൽ. അത് വേണമെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ റിവാർഡ് പോയിന്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഇത്രയും നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 8,000 steps നടന്നു കഴിഞ്ഞാൽ നമുക്ക് 100
പോയിന്റ് കിട്ടും. 10,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 150 രൂപ പോയിന്റ് കിട്ടും. 10,000 പ്ലസ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 പോയിന്റ്സ് കിട്ടും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റിഡീം ചെയ്യാനോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരും. ഇപ്പോൾ വെയിറ്റ് ആൻഡ് ഒബിസിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് 100 പോയിന്റ് കിട്ടും. മെൻ്റൽ അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാംസും സംഭവങ്ങളൊക്കെ എടുക്കാം കേട്ടോ. 10% വരെ നമുക്ക് ഈ ഡിസ്കൗണ്ടും സംഭവങ്ങളൊക്കെ റിന്യൂ ചെയ്യുമ്പോൾ കിട്ടും. ഇങ്ങനെ പോയിന്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 350 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2% ഡിസ്കൗണ്ട്സ് കിട്ടും. 600 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 5% കിട്ടും. 750 പോയിന്റ് നമുക്ക് 7% കിട്ടും. 1000 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 10% ഡിസ്കൗണ്ട്സ് കിട്ടും റിഡീം ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ ബെനിഫിഷ്യലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നിങ്ങൾക്ക് പിന്നെ ഞാൻ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് തോന്നുന്നു വെച്ചാൽ അത്രയധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജുകളാണ് സ്റ്റാർ ഹെൽത്ത് കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറയുന്നത് പിന്നെ നേവി ബൂപ്പ ഉണ്ട്. പിന്നെ ഫേമസ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ HDFC ഒക്കെ ഉണ്ട്. പക്ഷേ HDFC ഒക്കെ കുറച്ച് പ്രീമിയം കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡറി ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനാണെങ്കിൽ ഞാൻ പിന്നെ HDFCയും നേവി ബൂപ്പയൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. അതും പോരാണ്ട് അവർ EMI സംഭവങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡറി ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഏറ്റവും ബെസ്റ്റ് വരുന്നത് സ്റ്റാർ ഹെൽത്ത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് എടുക്കാൻ കാരണം വെച്ചാൽ നമ്മൾ കുറേ പേരായി ചോദിക്കുന്നുണ്ടാവും ഞാൻ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നതെന്ന്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഒരു സ്റ്റെപ്സിൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഹെൽത്ത് ഇൻഷുറൻസ് മെയിൻ സംഭവമാണ്. നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് വേണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം, ഒരു ടേം ഇൻഷുറൻസ് വേണം, അതിന് ശേഷമാണ് ഇൻവെസ്റ്റ്മെന്റ് വരിക. എന്താ വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ 11% to 12% ഒക്കെയാണ് ഇപ്പോൾ ഹൈ വരുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, നിങ്ങൾക്ക് സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ സംഭവങ്ങളൊക്കെ വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ചിലപ്പോൾ നിങ്ങളുടെ 10 കൊല്ലത്തെ സേവിങ്സ് ഒറ്റയടിക്ക് അടിച്ചു പോകും. അമ്മാതിരി ഇൻഫ്ലേഷൻസ് അമ്മാതിരി ഹൈ പ്രൈസാണ് ഇപ്പോൾ നമ്മുടെ ചികിത്സയ്ക്കും സംഭവത്തിലൊക്കെ വരിക. നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി ഒരു പനിയായിട്ട് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിക്കാൻ തന്നെ ചിലപ്പോൾ 50,000 രൂപ മിനിമം ബില്ല് വരും. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്ത് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. ഇല്ലാത്തവർ അപ്പോൾ കമ്പനി ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മിനിമം ഒരു 5 lakh എടുത്ത് വയ്ക്കുക. അത് ഭയങ്കരമായിട്ട് ഉപയോഗം വരും. നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറേ പേര് വിചാരിക്കുക എന്താ വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളിപ്പോൾ ഒരു കൊല്ലത്തിൽ നമുക്കിത് ആവശ്യം വന്നില്ലെങ്കിൽ ആ ക്യാഷ് വെറുതെ പോയില്ലേ എന്നാണ്. പക്ഷേ ഇത് ആവശ്യം വന്ന ടൈമിൽ ആണെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. പിന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഈ കാശ് നിങ്ങൾ പോകുന്നത് നോക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഞാനും ഫസ്റ്റ് ഇതുപോലെ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ജോലി കിട്ടിയ സമയത്തൊക്കെ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കമ്പനി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ ക്യാഷ് ചുമ്മാ അതിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാറിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കാറ് ഇപ്പോൾ ആക്സിഡൻറ്റ് സംഭവമൊന്നും ആയില്ലെങ്കിൽ ആ കാശ് വെറുതെ പോവല്ലേ. അപ്പോൾ അതാണ് നോർമൽ ആൾക്കാരുടെ ഒരു ചിന്താഗതി. പക്ഷേ ഇത് എത്രയും ഈ സാധനം ആവശ്യം വരുന്ന ടൈമിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. അതാണ് ഒരു കുഴപ്പം. പണി കിട്ടുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുള്ളൂ. പക്ഷേ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോഴാണ് കുഴപ്പം വരിക കേട്ടോ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമല്ല, ഓൾറെഡി എടുത്ത് പറയട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് ആണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് പ്രൊമോഷൻ ലിങ്കോ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ അടുത്ത കാണാം.